KGCE ഫസ്റ്റ് ഇയർ ട്രെയിനികൾക്ക് എല്ലാ ബ്രാഞ്ചുകളിലേക്കുമുള്ള ഡ്രോയിങ്ങിൻ്റെ വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആണ് താഴെ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആംഗിൾസ്? ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ പ്രൊട്രാക്ടർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ദ ഇൻക്ലിനേഷൻ ടു ഹൊറിസോണ്ടൽ ഫോർ സിംഗിൾ സ്ട്രോക്ക് ഇൻക്ലൈൻ ക്യാപിറ്റൽ ലെറ്റർ. സിംഗിൾ സ്ട്രോക്ക് ഇൻക്ലൈൻ ക്യാപിറ്റൽ ലെറ്റർ വരയ്ക്കുമ്പോൾ എത്ര ഇൻക്ലിനേഷൻ കൊടുക്കണമെന്നാണ് ഇവിടുത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ 75 ഡിഗ്രി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ആൻ അക്യൂട്ട് ആംഗിൾ ഈസ് ഡാഷ്. ഒരു അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉത്തരം ആൻ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി. ഒരു ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അത്തരത്തിലുള്ള ആംഗിൾസിനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. മിനി ഡ്രാഫ്റ്റർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. മിനി ഡ്രാഫ്റ്ററിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? ടു ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻ, ടു ഡ്രോ വെർട്ടിക്കൽ ലൈൻ, ടു ഡ്രോ ആംഗുലർ ലൈൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മിനി ഡ്രാഫ്റ്റർ യൂസ് ചെയ്യുന്നത്. എ റെഗുലർ പെൻഡഗൺ ഹാവ് ഡാഷ് നമ്പർ ഓഫ് സൈഡ്. ഒരു റെഗുലർ പെൻഡഗൺ എത്ര സൈഡ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഉത്തരം 5 ആണ്. ദ സ്കേലിയൻ ട്രയാങ്കിൾ ഈസ് ഡാഷ്. സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? എ ട്രയാങ്കിൾ വിത്ത് 3 സൈഡ്സ് ആർ ഡിഫറെൻറ്റ്. ഇതാണ് ഒരു സ്കേലിയൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. ദ ഇന്റേണൽ ആംഗിൾ ഓഫ് എ പോളിഗൺ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോർമുല വെയർ n ഈസ് ദ നമ്പർ ഓഫ് സൈഡ്. അതിൻ്റെ ഉത്തരം n-2 ഇൻറ്റു 118/n. ക്വസ്റ്റ്യൻ നമ്പർ 8. ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ഡ്രോയിങ് വിച്ച് സിസ്റ്റം ഈസ് അഡോപ്റ്റഡ്? അതിൻ്റെ ഉത്തരം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. Question number 9. In olden days, which method were adopted for drawing an ellipse? അതിൻ്റെ ഉത്തരം thread and loop method ആണ്. Question number 10. If an object is in first quadrant, it will be dash. അതിൻ്റെ ആൻസർ above HP and in front of VP. പുതുതായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.